ഉണങ്ങിപ്പോയി ഈ ബ്രഷ് മുഴുവൻ ക്ലീൻ ചെയ്യാൻ പോവാണ്. എങ്ങനെയാണ് ഇത്രയും ബ്രഷുകൾ ഇത്ര വിദഗ്ധമായിട്ട് ഉണക്കിയെടുത്തതെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവുക. പല തവണകളായിട്ട് നടന്ന വർക്ക്ഷോപ്പുകളിൽ യൂസ് ചെയ്തതും പെയിൻറ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്തതൊക്കെ ആയിട്ടുള്ള ബ്രഷുകളാണിത്. എൻ്റെ ശ്രദ്ധ കുറവ് കൊണ്ടും മടി കൊണ്ടും മാത്രം ഉണങ്ങിപ്പോയ പെയിൻറ്റ് ബ്രഷുകളാണ്. അപ്പം എനിക്കറിയില്ല ഇത് പെർഫെക്റ്റ്ലി ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുമെന്ന്. എന്നാലും ഞാൻ ട്രൈ ചെയ്യാൻ പോവാണ്. ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചാൽ അസറ്റോൺ എന്ന് പറഞ്ഞ ഒരു കെമിക്കലാണ് യൂസ് ചെയ്യുക. നമ്മുടെ നെയിൽ പോളിഷൊക്കെ റിമൂവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന അതേ കെമിക്കലാണ്. വളരെ പ്രതീക്ഷയോടുകൂടി അത് യൂസ് ചെയ്തിട്ട് ഇത് ക്ലീൻ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാൻ പോവാണ്. ഇതാണ് അസറ്റോൺ. ഇത് ഒരു ജാറിൽ ഒഴിച്ചിട്ട് ബ്രഷ് അതിൽ സോക്ക് ചെയ്യാൻ വെക്കാൻ പോവാണ്. എത്ര ബ്രഷ് കൊള്ളുമെന്ന് അറിയില്ല. കൊള്ളുന്നത്തെ ബ്രഷ് ഇതിൽ സോക്ക് ചെയ്യാം. തൽക്കാലം ഞാൻ എൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്രഷുകൾ മാത്രം വെക്കുന്നുള്ളൂ. ഞാൻ പല തവണകളായിട്ട് കൊതിമൂത്ത് വാങ്ങിച്ച കുറേ ബ്രഷുകളൊക്കെയാണ്. പക്ഷേ വർക്ക്ഷോപ്പ് കഴിയുന്ന ആ സമയമാകുമ്പോഴേക്കും എങ്ങനെയെങ്കിലും ഇത് റാപ്പപ്പ് ചെയ്യുക, എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്താൻ റെസ്റ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും എൻ്റെ പ്ലാൻ. അപ്പോൾ അങ്ങനെ പെയിൻറ്റിൽ മുങ്ങിക്കിടക്കുന്ന ബ്രഷുകളൊക്കെ വാരിക്കൂട്ടി കൊണ്ടുപോകാനാണ് പതിവ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഉണങ്ങിപ്പോയത്. പിന്നെ സ്വാഭാവികമായും എൻ്റെ മടി, പിന്നാക്കാം, പിന്നെ ചെയ്യാം, അങ്ങനെ വെച്ച് ഏകദേശം എൻ്റെ പ്രിയപ്പെട്ട ബ്രഷുകളെല്ലാം ഇതിൽ കൊണ്ടെന്ന് തോന്നുന്നു. ഇതിലെനിക്ക് ഗിഫ്റ്റ് കിട്ടി ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രഷൊക്കെ ഉണ്ട്. അത് തന്നവർ ഇത് കണ്ടാൽ ചിലപ്പോൾ എന്നെ തല്ലിക്കൊല്ലാൻ സാധ്യതയുണ്ട്. ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. മറന്നു. അപ്പോൾ 1 to 3 hours എന്നാണ് ChatGPT പറഞ്ഞത്. നോക്കി നോക്കാം.